നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം ഭൂരിപക്ഷം നേടിയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോക നേതാക്കളാണ് ഇപ്പോൾ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇതോടെ ഹാട്രിക് ഭരണത്തിന് തയ്യാറെടുക്കുകയാണ് നരേന്ദ്രമോദിയും BJPയും. ഒരു സന്ദേശത്തിൽ ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിക്കുകയും ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് അദ്ദേഹവുമായി അടുത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു. ഇന്ത്യയെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ തുടർച്ചയായ ശ്രമങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. ഇന്ത്യ ഭൂട്ടാൻ ബന്ധം ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് വളരും. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. നേപ്പാളി പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹലും പ്രചണ്ഡയെ തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായതിന് മോദിയെ അഭിനന്ദിച്ചു. തുടർച്ചയായ മൂന്നാം തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെയും NDAയുടെയും വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങൾ. ഇന്ത്യയിലെ ജനങ്ങളുടെ ആവേശകരമായ പങ്കാളിത്തത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്നും പ്രചണ്ഡ ട്വീറ്റ് ചെയ്തു. ഇന്ത്യ നേപ്പാൾ സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനെ തുടർന്നും സഹകരണം പ്രതീക്ഷിക്കുന്നതായി നേപ്പാളി പ്രധാനമന്ത്രിക്ക് മറുപടിയായും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിക്കുകയും ഇറ്റലിയെയും ഇന്ത്യയെയും ഒന്നിപ്പിക്കുന്ന സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പറഞ്ഞു. നരേന്ദ്രമോദിക്ക് പുതിയ തെരഞ്ഞെടുപ്പ് വിജയത്തിന് അഭിനന്ദനങ്ങൾ. നല്ല പ്രവർത്തനത്തിന് എന്റെ ഊഷ്മളമായ ആശംസകൾ. ഇറ്റലിയെയും ഇന്ത്യയെയും ഒന്നിപ്പിക്കുന്ന സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിന് നമ്മെ ബന്ധിപ്പിക്കുന്ന വിവിധ വിഷയങ്ങളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഉറപ്പാണെന്നും അവർ ട്വീറ്റ് ചെയ്തു. ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രംസിംഗെ പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിക്കുകയും ഏറ്റവും അടുത്ത അയൽരാജ്യം എന്ന നിലയിൽ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുരോഗതിയിലും സമൃദ്ധിയിലും ഇന്ത്യൻ ജനതയുടെ ആത്മവിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് BJP ഇന്ത്യ നേതൃത്വത്തിലുള്ള NDAയുടെ വിജയത്തിൽ ഞാൻ എന്റെ ഊഷ്മളമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത അയൽരാജ്യമായ ശ്രീലങ്കയുമായുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് വിക്രംസിംഗെ ട്വീറ്റ് ചെയ്തു. ഇതിന് മറുപടിയായി ഇന്ത്യ ശ്രീലങ്ക പങ്കാളിത്തം പുതിയ അതിർത്തികൾ രൂപപ്പെടുത്തിയതിനാൽ അദ്ദേഹത്തിന്റെ തുടർ പിന്തുണ പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി മോദി വിക്രംസിംഗെയോട് പറഞ്ഞു. ഏതായാലും തുടർച്ചയായ മൂന്നാം വട്ടവും കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകളെല്ലാം വേഗത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ NDA. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് NDA കക്ഷികൾ യോഗം ചേരും. TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ചന്ദ്രബാബു നായിഡു മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിതീഷ് കുമാർ രാവിലെ 10:45 ഡൽഹിയിലേക്ക് തിരിക്കുമെന്നാണ് വിവരം. ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവ് ജിതിൻ റാം മാഞ്ചി, LJP റാം വിലാസ് നേതാവ് ചിരാഗ് പാസ്വാൻ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. 293 സീറ്റുകളാണ് NDA സഖ്യം സ്വന്തമാക്കിയത്. BJP 240 സീറ്റുകളും TDP 16 സീറ്റുകളും JDU 12 സീറ്റുകളും LJP RV 5 സീറ്റും ഹിന്ദുസ്ഥാനി അവാം മോർച്ച 1 സീറ്റും സ്വന്തമാക്കി.